ആ അവിയലിങ്ങെടുത്തേ. മോളെ ആ പാത്രം ഇങ്ങെടുത്തേ. നീ കൊണ്ടുകൊടു. കൊണ്ടുകൊടു. ഞാൻ കൊണ്ടുകൊടു. ഓ കുറച്ച് 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 കുറച്ചും കൂടെ കുറച്ചും കൂടെ മുറിക്കാൻ കേട്ടോ. മതി മതി മതി. നീരിക്കേ. സാമ്പാറ്, ചിക്കൻ മസാല ഇത്രയും മതിയോ? വേറൊന്നും വേണ്ട? ആ ഞാൻ കൊണ്ടുവന്നോളാം. എനിക്കത് പോയിട്ട് കാര്യങ്ങളുണ്ട്. അതെ പൈസ ഒന്നും പറയും. ബുക്കിൽ എഴുതിയേക്കാം ബാക്കി മേളം മതിയോ ചേട്ടാ? ആളെ മെനക്കെടുത്താല ബുക്കിംഗ് എറി. അവള് രാധാകൃഷ്ണൻ വന്നാലൊന്ന് വിളിക്കാൻ പറയണേ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യാവകാശം എന്നത് ഇന്ത്യയുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണെങ്കിലും ലിംഗനീതി എന്നത് ഇനിയും സാധ്യമാവാത്ത ലക്ഷ്യമായി തുടരുകയാണ്. കണ്ണറിയാ നേരറിയാ കടം കേറി കേറി ആർത്തി പൂണ്ട് കേഴുന്നു നരനാരായണൻ. പെണ്ണറിയാ മണ്ണറിയാ വിലയറിയാതെ തിമിരം വീണ ലോകം ഭ്രാന്തലോകം. താനേ തന്നെ നാനേ താനേ നാനേ തന്നാനന്ന തന്നാനന്ന താനേ നാനേ. പൈസ ഉണ്ടോ? ഒരു 4000 രൂപ വേണമായിരുന്നു. ഞാൻ എവിടെ നിന്ന് തരാനാ? ഉള്ള EMI അടച്ച കയ്യിലുള്ള അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? നാളെ രാജന് കാശ് കൊടുക്കണ്ടേ? ലാസ്റ്റ് ഡേറ്റാ. ഒരു 1500 രൂപയുണ്ട്. വേണമെങ്കിൽ അത് തരാം. അത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ അതൊക്കെ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ആലോചിക്കണമായിരുന്നു. അതിന് ഞാൻ എന്തോ ആലോചിക്കണമെന്നാ നീ പറയുന്നത്? ഞാൻ ഈ മേളിൽ മുറിയൊക്കെ കെട്ടിയിട്ടത് നാളെ നിനക്ക് വേണ്ടിയിട്ടാണ്. അത് നീ ആലോചിക്കണമായിരുന്നു. അച്ഛൻ തന്നെയല്ലേ ഇതിനെ ഒപ്പിച്ചു വെച്ചേ? ഈ മുറിയൊക്കെ കെട്ടുന്നതിന് മുന്നേ എന്നോട് വെച്ചായിരുന്നു അല്ലല്ലോ? എടാ, മുറി കെട്ടിയതിനെ കുറിച്ച് ആലോചിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ നീ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ നീ ആലോചിക്കണമായിരുന്നു. പൈസ എന്റെ കയ്യിലൊന്നുമില്ല രാജ. ഞാൻ തരാം. ഒരു അല്പം സാവകാശം കൊടുത്ത അതേ സ്റ്റോക്ക് എല്ലാം വന്ന് കെട്ടിക്കിടക്കുക. സീസൺ അല്ല, ഒന്നും പോകുന്നില്ല രാജ. കച്ചവടം നടക്കുന്നില്ല. കാശ് മേടിക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തരാനാണോ ബുദ്ധിമുട്ട്? കച്ചവടം നടക്കുന്നില്ല. ഒന്ന് ക്ഷമിക്കണം രാജ. അണ്ണനെ ഒന്നും പറയണ്ട. ഞങ്ങൾക്ക് ഈ കാശ് കൊണ്ട് വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്.
അച്ഛനില്ലേ മോനെ? ഇല്ല, എവിടെ പോയി? ചാലവരെ സാധനം എടുക്കാൻ പോയി. കുരുമുളക് മാത്രമില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ആ अरे दादाजी ये तेरे गर्लफ्रेंड है क्या? അയ്യോ, വണ്ടി അപ്പുറത്താണല്ലോ. എത്ര? 600, 1500. എന്ന് വെച്ചാ? ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ 600, ഒരു രാത്രിയാണ് 1500. ഓ, അത് കൂടുതലാ. 300. 600 രൂപയെ കുറഞ്ഞൊരു പരിപാടിയില്ല. വേണ്ടെങ്കിൽ നിങ്ങൾ പോവാൻ പറഞ്ഞു. ഓടിയില്ലേ? നിനക്ക് 300 പോരേടി. താൻ എന്തോടോ പറഞ്ഞത്? എന്റെ മറ്റോളെ പോയി വിളിയടാ. പോ പോ പോ. മൊത്തം 4000 ഉണ്ട്. എന്ത് പറ്റി പെട്ടെന്ന് പൈസയ്ക്കൊരു അത്യാവശ്യം? അത് ഒരു പ്രതിനിധി ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്യാവശ്യം വന്നുപോയി രാധാകൃഷ്ണ. സാമ്പ്രാണി ആഹാ, ഇന്നാരും വന്നില്ലേ? അതെ, ഒരു 500 രൂപ തരാം. തട്ടി വീഴാതെ സൂക്ഷിച്ചു വാ. ആ, ഇങ്ങോട്ട് പോരെ. ആ. കേറി വാ. ഇങ്ങോട്ട് ഇങ്ങോട്ട്, ഇതിലേ വാ. ഇങ്ങോട്ടാ? ആ ഓ, ഇനിയും കേറിയിട്ട് വേണോ? ആ, കേറി വാ. ഏ? ദാ. വിട്, ഞാൻ അയച്ചു തരാം. എന്തൊരു ചൂട്! ആ ഫാനൊന്നും ഇടുപിന്നെ. അത് പഴയതാ, കറങ്ങത്തില്ല. എടോ, തനിക്ക് ഇത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു. വെറുതെ അത് പൊട്ടിക്കേണ്ടി വന്നു. നാശം പിടിക്കാൻ ഓരോന്ന് ഇറങ്ങിക്കോളൂ. ഇതിലും ഭേദം ആ കറങ്ങാത്ത ഫാനായിരുന്നു. നാശം. ബിസിനസ് എല്ലാം മോശമാണ്. ഈ കള്ളി എന്റെ കാശിക്ക് താടി. തനിക്ക് എന്തോടെ വേണ്ടേ? ഇവിടെ എന്റെ കാശ് മുഴുവൻ അടിച്ചു മാറ്റി.
4000 രൂപയും കൊണ്ട് വന്നിട്ടേ താൻ എനിക്ക് 500 രൂപ അല്ലയോടെ തന്നത്. എച്ചി ഇങ്ങോട്ട് എന്നും കണ്ടുപോരുത് കണ്ടില്ലേ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോളാം അവിടെ. താൻ പെണ്ണിനെ പറ്റി എന്താടോ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? കയ്യിൽ കാശും വെച്ചോണ്ട് നക്കപ്പിച്ച് തരാൻ തനിക്ക് നാണം ഇല്ലേടോ? താൻ എന്താ ചന്തയിൽ മീൻ വാങ്ങാൻ വന്നതാ? നാണം ഇല്ലാത്തവൻ. ഞാനേ നളിനിയുടെ അവൻ കുട്ടനെ ഇന്ന് കണ്ടായിരുന്നേ. അവനിപ്പം ഹെൽത്തിലാണ്. അവൻ പറയുക ജനലാശുപത്രി പോയാ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമെന്ന്. അവന്റെ സെറ്റപ്പ് ആയോണ്ട് എളുപ്പം നടക്കുമായിരിക്കും അല്ലേ? പോകുമ്പോ രാമനെ കൊടുന്ന് കൂട്ടിക്കോ. ഓ, അവന് നാളെ തിരക്കുണ്ടാവില്ലേ? ചേട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞോണ്ടല്ലേ ഇത്രയും നാളെ പുറകെ നടന്ന അപ്പോയിന്റ്മെന്റ് വെച്ചിട്ട്. ഡോക്ടർ ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. ഡോക്ടറിനെ ചെയ്തു കൊടുക്കണം കേട്ടോ. ശരി, കാണാം. നാളെ വരും കേട്ടോ. ആ ഡോക്ടർ. ശരി ഡോക്ടർ. പിന്നെ നാളെ കാലത്തെ വന്ന് ഇവിടെ ഒരു പുതിയ OP ടിക്കറ്റ് എടുക്കണം. ആ ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചേട്ടൻ നാളെ എത്തിയിരിക്കും പക്ക. ചേട്ടൻ പറഞ്ഞേക്ക്. ഓക്കെ ഓക്കെ പ്രോമിസ്. നമുക്ക് എന്തായാലും നോക്കാം. യെസ് രാമൻ, താങ്ക് യു. സുഖാണോടാ? ഓ സുഖമായിട്ട് തോന്നുന്നു. എന്താ ചേട്ടാ? എടാ ഇതേ ഇവര് ഇവിടെ ചെയ്യും, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുതിയൊരു OP ടിക്കറ്റ് എടുത്തിട്ടേ ഫിറ്റ്നസ് ഒന്ന് കാണിക്കണം. എന്നാൽ മാത്രമേ നാളെ ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ നടക്കത്തുള്ളൂ. നാളെ തന്നെ. എന്താടാ നാളെ നിനക്ക് തിരക്കുണ്ടോ? ഒരു പ്രൊഡ്യൂസർ കഥ പറയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നാളെ സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. എപ്പോഴാ കഥ കഴിയാന്ന് പോലും പറയാൻ പറ്റിയല്ല. കഥ കഴിക്കണോന്നും കേൾക്കണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചാൽ കഥ കഴിക്കാന്ന് കേൾക്കണ്ടായിട്ടുള്ളത്. അത്രത്തോളം മാറ്റിത്തുള്ള രാജ്യം മാത്രമല്ല. വന്നു പോയി അതാണ് പോയി. നീ എന്തോടെ ചെയ്യുന്നത്? ചേട്ടാ അതെ, നമുക്കുണ്ടല്ലോ നമ്മുടെ ഈ മൂവിയിൽ ചാക്യാർകൂത്ത് എന്നുള്ളൊരു ആർട്ട് ഫോം ഉപയോഗിക്കാൻ പറ്റിയതേ. പിന്നെ ആകെ മൊത്തം നമ്മുടെ ഒരു സോഷ്യൽ റെലവൻസ് ഉള്ളൊരു സബ്ജക്റ്റും കൂടെ ആണല്ലോ നമ്മുടെ ഈ സ്റ്റോറി. പിന്നെ ഒരു വിദൂഷകന് പണ്ടുകാലം തൊട്ടേ സമൂഹത്തിൽ ആരും വേണമെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ സിനിമയ്ക്ക് ആപ്റ്റായിട്ടുള്ളൊരു സംഭവമായിരിക്കും അത്. ഇപ്പൊ എന്റെ ഡൗട്ട് നമ്മുടെ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുമോ അതോ? എടാ അയാൾ നല്ല കലാമൂല്യമുള്ള ആളാണ്, അയാൾക്ക് ഇഷ്ടപ്പെടും. നീ ധൈര്യമായിട്ടിരി. കണ്ട് ഇപ്പൊ സ്വപ്നത്തിലും ഇപ്പൊ ഇതാ കാണുന്നത്. എന്തൊരവസ്ഥ. അപ്പൊ സാർ നമ്മുടെ ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു. നമ്മുടെ നായകന് പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് പുള്ളിയുടെ കൊച്ചിന് അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. അപ്പോ കൊച്ചിനെ ഇങ്ങനത്തെ ഒരു അസുഖമാണെന്ന് അറിയുന്ന ഉടനെ തന്നെ പുള്ളിക്കാരൻ അറിയുന്ന ഡോക്ടേഴ്സിനെയും ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും. പുള്ളിക്കാരൻ റീസേർച്ച് ചെയ്യും ഇതിന്റെ ഒരു എക്സ്ട്രീം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ പുള്ളിക്കാരൻ്റെ കയ്യിൽ പൈസ ഇല്ല, ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു മാർഗമില്ല. പുള്ളിയുടെ ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കളുടെ അടുത്തും ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളുടെ അടുത്തും പുള്ളി ഒരു വഴി തേടി ചെല്ലുകയാണ്. ഈ OP 17 അങ്ങോട്ട് പോയിട്ട് വലത്തോട്ട് അവിടെ പലരും പുള്ളിക്ക് പല വഴികൾ പറഞ്ഞു. പക്ഷേ അയാൾ എത്തിപ്പെട്ട എല്ലായിടത്തും തിരക്കും തിക്കും തള്ളും ആകെ മൊത്തം ബഹളമായിരുന്നു. അങ്ങനെ പുള്ളി അവസാനം പുള്ളി ബാങ്കിൽ പോയി ചോദിക്കുകയാണ്. ബാങ്കിൽ പോയി ചോദിക്കുമ്പോഴും അവര് തയ്യാറാവുന്നില്ല. പക്ഷെ പുള്ളി ഗിവ് അപ്പ് ചെയ്യുന്നില്ല സാറേ. ഒരു അച്ഛനാണല്ലോ, പുള്ളി ഇങ്ങനെ കഷ്ടപ്പെട്ട് തിക്കും തള്ളൊക്കെ സഹിച്ച അവസാനം ഒരിടത്ത് എത്തിപ്പെടുകയാണ്. 62 നോക്കട്ടെ. സാറിന്റെ അടുത്തിരുന്നോ സാറേ? ഇരിക്കേ. ഐ ഓപ്പറേഷന്റെ ഫിറ്റ്നസിന് വേണ്ടിയാണോ? പിന്നെ ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യണേ. വൈകിട്ട് റിസൾട്ട് ഇവിടെ കൊണ്ട് കാണിച്ചാ എടുത്തിട്ട് ഇവിടെ വന്നാൽ മതി. അവസാനം പൈസ ശരിയായെങ്കിലും പുള്ളിക്ക് ആരോട് എന്ത് ചോദിക്കണം എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഏത് വഴിയിലൂടെ പോകണമെന്ന് ചിന്തിച്ച് നിൽക്കവേ നമ്മുടെ നായകൻ ഒരു ഉൾവിളി വരികയാണ് സാർ. ആ ഒരു പോയിന്റിൽ വെച്ച് അയാൾ ഒരു വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്.
അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു നോക്കിയിട്ട് ഒരു കാലെടുത്ത് വയ്ക്കുകയാണ്. ആ ഡോർ അടയ്ക്കുന്ന ആ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ബ്ലാക്ക്. ദി എൻഡ്. പിന്നെ അതിനുശേഷം ക്രെഡിറ്റ്സ് റോൾ ചെയ്യണം സാർ. പൊളിച്ച് അടിപൊളിയായിട്ടുണ്ട്. സബ്ജക്റ്റ് ഒക്കെ കൊള്ളാം. അതെ സാർ, ഇത് വളരെ റെയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ സബ്ജക്ട്. നല്ല ഫ്രഷ് സാർ. ഫ്രഷ് ആണോ അല്ലേ ഒന്നൊക്കെ ശ്രീശൻ അറിയാം. അത് നിങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് വളരെ നിർബന്ധമാണ്. ഉദാഹരണത്തിന് സംഗീതം. സംഗീതം മഹാസാഗരമാണ്. അപ്പോൾ ആ സംഗീതം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കണം. പ്രത്യേകിച്ച് ശുഭ്രധന്യാസി രാഗം. ശുഭ്രധന്യാസി കേട്ടിട്ടില്ലേ? ശുഭ്രധന്യാസി രാഗത്തിലുള്ള ഗാനങ്ങളായിരിക്കണം നമ്മുടെ സിനിമയിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. പിന്നെ നമ്മുടെ ഈ കഥയിലെ നായകൻ ജീവിത ലക്ഷ്യമില്ലാതെ സ്വന്തം കടമകൾ മറന്ന് ഈ അവസ്ഥയിലേക്ക് വിധി വലിച്ചെറിഞ്ഞ ഒരു പാവം മനുഷ്യൻ. സൂപ്പർ സർ. എ പുവർ മാൻ. അത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ഒരു ആർട്ടിസ്റ്റാണ്. അതെ സാർ, അത് വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഒരു കുഴപ്പമില്ല. അതിന് ആദ്യം നമ്മൾ ഈ സിനിമ ചെയ്താൽ ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു നല്ല ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ച് ഈ കഥ പറയണം. എന്നിട്ട് വാ ചെയ്യാം. പക്ഷെ ഒരു പ്രൊഡ്യൂസറിന്റെ ബാക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞേ സാറിന്റെ റൂട്ടിൽ കൂടെ അങ്ങ് പോവാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിൽ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോ നിങ്ങൾക്ക് അതിനുള്ള കോണ്ടാക്ട്സ് ഇല്ല അല്ലേ? എന്ത് ചെയ്യും? ഇതൊന്ന് കാണിക്കണം. അങ്ങോട്ട് പോയാ മതി. ഇരിക്കേ. അല്ല, എന്നെ കാലത്ത് നോക്കിയത് വേറൊരു സാറായിരുന്നു. നിങ്ങൾ ആദ്യം ഇരിക്കേ, എന്നിട്ട് പെട്ടെന്ന് കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനിവിടെ നിന്നോളാം. ഏതെങ്കിലും സാറന്മാര് ഫ്രീ അതെ, ഇദ്ദേഹത്തെ രാവിലെ നോക്കിയതാരാ? മാഡം, ഈ സാറായിരുന്നു. കണ്ടല്ലോ, സമാധാനായില്ലേ? ഇരിക്കേ, ആ പേപ്പർ ഇതാ. ഫിറ്റ്നസിനാണല്ലേ? ഷുഗർ 390 ഷുഗർ കുറയാതെ ഫിറ്റ്നസ് വരാൻ പറ്റത്തില്ല. ഈ ഷുഗർ ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ നടത്തണം. അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ആദ്യം ഷുഗർ കുറയണം. ഷുഗർ കുറയാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 200 താഴെയെങ്കിലും കുറഞ്ഞിട്ട് വന്നാൽ ഞാൻ ഫിറ്റ്നസ് തരാം. കുഴപ്പമില്ലെന്നേ. 2 ആഴ്ചക്ക് മുമ്പ് മുറിഞ്ഞതാ. ഇപ്പൊ കരിഞ്ഞിരിക്കുന്നു. എനിക്കിതൊന്നും കാണണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഷുഗർ കുറയാതെ തരാൻ പറ്റത്തില്ല എനിക്ക് ഫിറ്റ്നസ്. നിക്ക് അങ്ങനെ തീരുമാനം എടുക്കാൻ വരട്ടെ. ഇവിടെ വേറെ വല്ല ആൺ ഡോക്ടർമാരുടെയും കൂടെ അഭിപ്രായം എടുക്കുക. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാകാമല്ലോ. അതെ, തെറ്റൊന്നും പറ്റിയില്ല. ഷുഗർ നോർമൽ ആവാൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല. അല്ല, ഒന്നുകൂടെ നോക്കിയിട്ട് പോരെ.